നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, നിഫ്റ്റിയിലും ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, ട്രെൻഡ് റിവേഴ്സിൽ ഏരിയ ഏതാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 24,800 താഴത്തേക്ക് നിഫ്റ്റി ഇൻട്രാഡേയിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് സാധ്യത. നമ്മൾ ഈ ഒരു ലെവലിൽ 2 ദിവസം മുൻപ് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഹയർ ലെവല് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് മാത്രമാണ് ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 24,800 താഴോട്ട് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ നമ്മൾ നൽകിയിരുന്നത് 24,700 ആണ്. 700ന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനുശേഷം 700ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തു, സെല്ല് ആക്റ്റീവായി. അതിനുശേഷം നിഫ്റ്റി പിന്നെ അടുത്തൊരു സപ്പോർട്ട് ലെവല് 24,540 സപ്പോർട്ട് ലെവല്, അതിനുശേഷം 24,505 എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്തു. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ തിരിച്ചതിന്റെ മുകളിലേക്ക് കയറിയില്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വരെയാണ് സാധ്യത. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു കറന്റ് ഒരു സെന്റിമെന്റ് പറയുകയാണെങ്കിൽ, നമുക്കൊരു ലോങ് ടൈം വ്യൂ പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 24,200 സപ്പോർട്ട്, മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ വരും ദിവസങ്ങളിലായാലും 24,200 അടുത്ത് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ 24,500 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചധികം വീക്ക്നെസ് കാണുന്നുണ്ട്. അതായത് 24,500 താഴെ സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. 400ന്റെ ഇടയിലൊക്കെ, 400ന്റെ അടുത്തൊക്കെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ആ ഒരു സപ്പോർട്ടിൽ നിന്നെല്ലാം ബൗൺസ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്താനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും വോളറ്റാലിറ്റിക്കുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. ഹെവി മൊമെന്റത്തിനും വോളറ്റൈൽ മൂവ്മെന്റിനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയ 24,500 താഴെ നിലനിർത്തിയാൽ തന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. സപ്പോർട്ട് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് ഹയർ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിന്റെ ഒരു താഴെ നിലനിർത്തിയാൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് തീരുമാനിക്കാനായിട്ട്. കാരണം ഇതിന്റെ ഒരു താഴെ ഇങ്ങനത്തെ ഒരു ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഡെയിലി ടൈം ഫ്രെയിമില് മാർക്കറ്റിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഡേഞ്ചർ ആണ്. കാരണം ഏതൊരു സപ്പോർട്ടിൽ പിന്നെ നിൽക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ റിവേഴ്സ് ആകുന്ന ഒരു സപ്പോർട്ട് ഇതാണ് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക്, അതായത് 24,500 താഴത്തേക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്ത റിവേഴ്സൽ എന്ന് പറയുന്ന രീതിയിലാണ്. വേറെ സപ്പോർട്ടിന് ബൗൺസ് ചെയ്ത് കയറാൻ പറ്റുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ പറ്റണമെങ്കിലായാലും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക്, എക്സാക്റ്റ് ആയിട്ടുള്ള നല്ല റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. പക്ഷെ ഇപ്പൊ വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് 24,500ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത മാർക്കറ്റിൽ അത് കാണണം. കാരണം ഏതൊരു സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ റൈറ്റ് സപ്പോർട്ടുകൾ നൽകും. പക്ഷെ ബൈര ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നല്ല ബൈര ഓപ്പർച്യൂണിറ്റി, നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ ഇതേ ലോങ് ടേം വ്യൂവിൽ വേണം മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ എപ്പോഴും റിവേഴ്സിൽ ഹയർ ലെവലിൽ തന്നെ നമ്മൾ റിവേഴ്സിൽ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം താഴത്തേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ചില സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ടുകളൊന്നും നിലനിൽക്കണമെന്നില്ല. ഇപ്പൊ മാർക്കറ്റായാലും ഇങ്ങനത്തെ ഒരു മൊമെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ പല ദിവസങ്ങളിലും പല ആഴ്ചകളിലും ട്രെൻഡ് റിവേഴ്സൽ സപ്പോർട്ടുകൾ നമ്മൾ നൽകാറുണ്ട്. പക്ഷെ ആ സപ്പോർട്ടുകളുടെ താഴത്തേക്ക് ഒന്നും മാർക്കറ്റ് നിലനിർത്തിയിട്ടില്ല. നൽകുന്ന ഒരു സപ്പോർട്ടാണ് 24,500. അപ്പൊ 500ന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെ മാർക്കറ്റിന് അത് കാണണം. ഓക്കെ, വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് ഏതൊരു സപ്പോർട്ടാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ അതിന് മുൻപ് തന്നെ ഒരു കാര്യം ഒന്ന് അനൗൺസ് ചെയ്യാനുണ്ട്. അതായത് ഇപ്പൊ നിഫ്റ്റിയിലെ പോലെ തന്നെ മൂവ് ചെയ്യുന്നതാണ് നാസ്താക്ക്. നാസ്താക്ക് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലെ പോലെ തന്നെ സെയിം ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ഇതൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ അതിന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വരും ദിവസങ്ങളായാലും നിങ്ങൾക്കായാലും പഠിക്കാനായാലും മനസ്സിലാക്കാനായാലും
നാസ്ഡാക്ക് മാർക്കറ്റിലായാലും ലൈവായിട്ടുള്ള ലൈവ് ട്രേഡിംഗ് സെക്ഷൻ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു നൈറ്റ് രാത്രി ഒരു 8 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണി മുതൽ ചിലപ്പോൾ ഒരു 9 മണി വരെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സെഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ നടത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ നിഫ്റ്റിനെ കുറിച്ചുള്ള ട്രേഡ് ചെയ്യാനുള്ള അപ്ഡേറ്റുകൾ, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വീഡിയോകളൊക്കെ നൽകാനായിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിൽ മോർണിംഗിലായിരിക്കും, നേരത്തെ തന്നെയായിരിക്കും നൽകുന്നത്, അല്ലെങ്കിൽ നൈറ്റ് വൈകിട്ടായിരിക്കും എൻ്റെ നിഫ്റ്റിയിലായാലും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകുന്നത്. എല്ലാ ദിവസവും നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യണ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകും. കാരണം ഇത് നിങ്ങൾക്കായാലും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഞാനും പഠിച്ചിരുന്നത്. ആക്ച്വലി നാസ്താക്കിന്റെ ഒരു മൊമെന്റ് ഒക്കെ നോക്കിയിട്ടാണ് ഞാനും പഠിച്ചിരുന്നത്. രാത്രിയിലൊക്കെ ട്രേഡ് സെക്ഷനൊക്കെ ലൈവ് ട്രേഡൊക്കെ ഇതിലൊക്കെ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കുറച്ച് നാൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലെ പോലെ തന്നെ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, നാസ്ഡാക്കിൽ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്ഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ US സിറ്റീസിന് മാത്രമാണ് നാസ്ഡാക്കിന്റെ ഒരു ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നെങ്കിൽ ഇതിന്റെ ഇൻഡെക്സിലോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ഒക്കെ നമുക്കത് ട്രേഡ് ചെയ്യാം നല്ല രീതിയിൽ. നിഫ്റ്റിയുടെ സെയിം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നാസ്ഡാക്കിൽ ഇത് വർക്ക് ചെയ്യും. നിഫ്റ്റിയിലെ ഓൾമോസ്റ്റ് സെയിം മൊമെന്റം തന്നെയാണ് നാസ്ഡാക്കിന്റെയും ഒരു മൊമെന്റം വരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തവർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആവും. കാരണം ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ജോലിയുള്ളവർക്കൊക്കെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 7:30 8 മണിക്കൊക്കെ ആയിരിക്കും. ഫുള്ളി മാർക്കറ്റിൽ അതിരിക്കണമെന്നില്ല. 1-2 മണിക്കൂറൊക്കെ മാർക്കറ്റിനൊക്കെ മാനേജ് ചെയ്യാനായാലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയാലും ഇതിൽ ചെയ്തു നോക്കാവുന്നതാണ്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ, വരും ആഴ്ചയിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്ലാൻ, ഇതൊക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പൊ നിഫ്റ്റിയിലായാലും ഹയർ ലെവലിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 24,800 തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവല് ആക്ട് ചെയ്യും. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇനി 24,800 മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് അടുത്തൊരു ടാർഗറ്റ് ലെവൽ കാണുന്നത്. ഹയർ ലെവലിലേക്ക് അടുത്തൊരു മൊമെന്റം നിലനിൽക്കണമെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ അത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് ഇതിന്റെ താഴെയുള്ള ഒരു ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിന്റെ താഴെ ഷോർട്ട് സെല്ലിന് സാധ്യത. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഷോർട്ട് സെൽ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈക്ക് തന്നെയാണ് സാധ്യത. അപ്പൊ അതേപോലെ തന്നെ ലോവർ ലെവലിൽ സപ്പോർട്ടുകളുണ്ട്, നല്ല സപ്പോർട്ടുകളുണ്ട്. 24,500 400 അടുത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനി നല്ല സപ്പോർട്ട് വരുന്നത് 400 അടുത്താണ്. 460, 24,460, 400, 430 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നല്ലൊരു സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിൽ ഹയർ ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 24,800 തന്നെ ആക്ട് ചെയ്യുക. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഹയർ ലെവൽ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു 24,800. പക്ഷെ അതിന് മുൻപ് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 680, 655 എന്ന് പറയുന്നത്. ഞാൻ റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ റൗണ്ട് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. 655 മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈ എടുക്കരുത്. 680 മുകളിൽ പോയാൽ ബൈ എടുക്കാം. 680 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ 800 ഈ ഒരു ലെവല് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. 824 മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈ എടുക്കാം. പക്ഷെ 800 സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. 800 താഴത്തേക്ക് റിവേഴ്സൽ ഏരിയ ആണ്. പക്ഷെ 824 മുകളിൽ 855 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ 680 റെസിസ്റ്റൻസ്, നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 680 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 655 താഴെ മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 655 ഹോൾഡ് ചെയ്തുകൊണ്ട് 680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. 720 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം 800 റെസിസ്റ്റൻസിന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യും. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണുന്നത് 540 ആണ്. 540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വരും ദിവസങ്ങളായാലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 540 താഴെ സസ്റ്റെയിൻ ചെയ്താൽ
ചെയ്യുന്നത് അത്ര സേഫ് അല്ല. പക്ഷെ 490 സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയുള്ള രീതിയിൽ ചെയ്യുക. അതായത് 490 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത സപ്പോർട്ട് 460. ലോവർ ലെവൽ കുറച്ച് സ്ട്രോങ് സപ്പോർട്ടുകളാണ് 400 അടുത്ത്. അതായത് 500ആണ് റിവേഴ്സൽ ഏരിയ. അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊട്ടടുത്ത ലെവലുകളൊക്കെ നമ്മൾ സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ സപ്പോർട്ടുകളും റെസിസ്റ്റൻസും നൽകുന്നത്. 432 സപ്പോർട്ടാണ്. 432 ഹോൾഡ് ചെയ്തുകൊണ്ട് 462 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് ഇതിന്റെ മുകളിൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുക 420, 490, 540. ഷോർട്ട് സെല്ല് 490 താഴെ മാത്രമാണ് ആക്റ്റീവ് ആകുന്നത്. ഇതിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 432 താഴെയാണ്. അതായത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. 330 സപ്പോർട്ട്. അപ്പൊ അതിന് ശേഷമായാലും 24 660 അല്ല, സോറി 260 200 പിന്നെ ലോവർ ലെവൽ സപ്പോർട്ട് കറക്റ്റ് ചെയ്യുക. അപ്പൊ നിഫ്റ്റി ആയാലും ഇങ്ങനത്തെ ഒരു 2 സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 432 സ്റ്റോപ്പ് ലോസ്. അടുത്തൊരു റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നലത്തെ ഒരു വർക്കിംഗ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഷോർട്ട് സെല്ലാണ്. 660 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ. 52,500 താഴെ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു. 230, 145 സപ്പോർട്ട്. എക്സാക്റ്റ് ആയിട്ട് 145 അടുത്തുനിന്ന് ഒരു ബൗൺസ് മാർക്കറ്റ് നടത്തി. അതായത് 146 ലോ വന്നിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. അതിനുശേഷം 230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കിയാലും സെയിം തന്നെയായിരിക്കും. സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് 565 സപ്പോർട്ട് നൽകിയിരുന്നത്. ലോ വന്നിരിക്കുന്നത് 570 അടുത്താണ് ലോ വന്നിരുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗൺസ് എപ്പോഴും നല്ല സപ്പോർട്ടിൽ നിന്നായിരിക്കും വരുന്നത്. 715 താഴെ വീക്ക്നെസ് ആണ്. ബൈഡ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തിലെ അപ്ഡേറ്റ് ആണത്. കാരണം ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ 715 താഴെ ഷോർട്ട് സെല്ലാണ് ഇമ്പോർട്ടന്റ്. ബൈഡ് ഓപ്പർച്യൂണിറ്റി 775 മുകളിൽ മാത്രമാണ്. അതായത് 775 മുകളിൽ മാത്രമാണ് ബൈഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറയാറ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക, പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് മാനേജ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. 23,620, 565 എന്ന് പറയുന്ന റേഞ്ച് ശ്രദ്ധിക്കുക. ബൈഡ് ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാം. 725 അടുത്ത റെസിസ്റ്റൻസ്. 725, 765 ഇങ്ങനെ മാനേജ് ചെയ്യുക. 410, 395 ഇങ്ങനെ മാനേജ് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 395 താഴെയാണ്. 565 താഴെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് കുറച്ചൊരു താഴെയാണ്. 410 അടുത്താണ് പിന്നെ സപ്പോർട്ടുള്ളൂ. അപ്പോൾ കുറച്ച് റിവാർഡ് ഈ ഒരു ലെവല് താഴത്തേക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി 565 താഴെ ബൈഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. 52, 150 താഴെ നിലനിന്ന് കഴിഞ്ഞാൽ കുറച്ച് താഴെയാണ് അടുത്തൊരു സപ്പോർട്ട് കാണുന്നത്. 51, 800 അടുത്താണ് സപ്പോർട്ട് കാണുന്നത്. ഷോർട്ട് സെല്ല് 51, 750 താഴെ മാത്രമാണ്. 50 പോയിന്റ് താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്. അല്ലെങ്കിൽ തിരിച്ചതിന്റെ മുകളിലേക്ക് കയറിയാൽ ബൈ ആണ്. 150, 400 ഇടയിലാണെങ്കിൽ ഈ റേഞ്ചിന്റെ ഉള്ളിൽ ചെറിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈഡ് ഓപ്പർച്യൂണിറ്റി. 400 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈഡ് ഓപ്പർച്യൂണിറ്റി ചില ടൈമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 605 റെസിസ്റ്റൻസ്, 605, 760 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും.
നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് വരുന്ന ദിവസം അപ്ഡേറ്റും വീണ്ടും കാണാം. താങ്ക് യു.